വാളയാർ എപ്പോഴും ഇതുപോലുള്ള ക്രൈം ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു വാർത്ത, നിശ്ചിത കാലയളവിനുള്ളിൽ 20-ലേറെ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ അന്വേഷണം നടക്കുകയാണ്, കോടതിയുടെ ഇടപെടലുകളൊക്കെ ഉണ്ടാവുകയാണ്. അജിംസ്, എന്താണ് ഈ വിഷയം, എന്താണ് ശരിക്കും? ഇത് വാളയാറിൽ മാത്രം മിസ്സിംഗ് കേസുകളും മരണങ്ങളെക്കുറിച്ചും അല്ല പറയുന്നത്, പാലക്കാട് ജില്ലയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് സലിൽ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ, അദ്ദേഹം ഈ വാളയാർ പെൺകുട്ടികൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അദ്ദേഹം വാളയാറിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇതുപോലുള്ള സമാനമായ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുകയും അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി ഇപ്പോൾ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പോലീസ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല, അതിൽ കാര്യമായ ദുരൂഹതയൊന്നുമില്ല, കുട്ടികൾ മരിച്ചിട്ടുണ്ട്, അതിൽ വേറെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ട്. മിക്കതും ആത്മഹത്യകളാണ്. ആത്മഹത്യകളിൽ വീട്ടിൽ അച്ഛൻ വഴക്ക് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നൈരാശ്യമാണ്, ഇമോഷണൽ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ 1 വർഷം പാലക്കാട് ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ അവിടുത്തെ അനുഭവത്തിൽ പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ഫീൽ എന്താണെന്നറിയോ, ഞാൻ തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നതെന്നുള്ളതാണ്. കേരളത്തിന് പുറത്ത് വേറെ ഏതോ സ്ഥലമായിട്ടാണ് എനിക്ക് പാലക്കാട് ഫീൽ ചെയ്തത്. അതിൻ്റെ കാരണം, നിയമവാഴ്ച കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തീരെ ഇല്ലാത്ത ഒരു ജില്ലയാണ് പാലക്കാട്. നിയമവാഴ്ച, നിങ്ങളിൽ പണമുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, നിങ്ങൾ വലിയ ആളാണെങ്കിൽ ഒരു പോലീസിനെയും ഭയക്കാതെ എന്ത് ക്രൈമും ചെയ്യാൻ പറ്റും. അവിടെ എന്ത് ക്രൈം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. മറ്റൊരു കാര്യം, അവിടെയുള്ള 2 തരം മനുഷ്യരാണ്. ഒന്ന് അധികാരമുള്ള ഉന്നത കുലജാതരായ രാഷ്ട്രീയ സ്വാധീനമുള്ള കുറച്ച് പേർ, ബഹുഭൂരിഭാഗം വരുന്ന ഇതൊന്നുമില്ലാത്ത സാധുക്കൾ. ഇവരെ ഭരിക്കുന്നത് ഭയമാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ വാർത്താ ചാനലുകളിൽ ബൈറ്റുകൾ വരുന്നുണ്ടല്ലോ, ബാക്കി എല്ലാത്തിലും പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ ബൈറ്റ് തരാൻ പറ്റി ആരെങ്കിലൊക്കെ ഉണ്ടാവും ഏത് ജില്ലയിലും. പാലക്കാട് അങ്ങനെ ഒരാളെ കാണിച്ചാലോ, ഒരു പൊതുവിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്ന ഒരാൾ. ഭയമാണ്. ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറയില്ല, ഭയന്നാണ് അവരെ ആളുകൾ ജീവിക്കുന്നത്. ഇത് ഞാൻ അതിശയോക്തി പറയുകയല്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം 4 വട്ടം VS അച്യുതാനന്ദൻ പ്രതിനിധീകരിച്ച മലമ്പുഴ നിയോജക മണ്ഡലമാണ്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ് ഈ വാളയാർ വരുന്നത്. എനിക്ക് VS അച്യുതാനന്ദൻ വളരെ ബഹുമാനമുള്ള രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പ്, അദ്ദേഹം 4 വട്ടം എന്ന് പറഞ്ഞാൽ 20 വർഷമാണ്. 20 വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് അദ്ദേഹം ഒരിക്കലെങ്കിലും ആ മണ്ഡലത്തിൻ്റെ ഇൻറോഡ്സിലൂടെയൊക്കെ ഒന്ന് പോയി യാത്ര ചെയ്യുകയും, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, ആ മണ്ഡലം 67 രൂപീകരിച്ച് ഇന്നേ വരെ CPM മാത്രം ജയിക്കുന്നൊരു മണ്ഡലമാണ്. അവിടെ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത്, തനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹം അന്വേഷിക്കാത്തതിൽ, ആ പാർട്ടി ഇപ്പോഴും അത് അന്വേഷിക്കാത്തതിൽ, അവിടെ ആ പാർട്ടി തന്നെ ജയിപ്പിക്കുകയാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അത് ആരാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അന്വേഷിക്കാത്തതിൽ എനിക്ക് ഭയങ്കരമായ പ്രതിഷേധമുണ്ട്. ഈ വാളയാർ പെൺകുട്ടികളുടെ സംഭവം എന്ന് പറഞ്ഞാൽ കേവലം അതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ആ സംഭവത്തെ തുടർന്ന് ഞാൻ തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നു. അതൊരു പണി പൂർത്തിയാവാത്ത, മേൽക്കൂരയില്ലാത്തൊരു വീട്ടിലാണ് ഒരു കുടുംബം താമസിക്കുന്നത്. പണി പൂർത്തിയായിട്ടില്ല, മേൽക്കൂര വയ്ക്കാൻ പൈസയില്ല, ഒരു കോളനി പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഈ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ പെൺമക്കളുമായി അച്ഛനും അമ്മയും തൊട്ട് മുമ്പിലുള്ള റോഡിലിറങ്ങിയാണ് കിടന്നാണ് ഉറങ്ങുക രാത്രി. അങ്ങനെ ഉറങ്ങി കിടക്കുന്ന രാത്രി പെൺകുട്ടികൾ ആരും തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയോ റേപ്പ് കേസുകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്, സൂയിസൈഡുകൾ വന്നിട്ടുണ്ട്, എത്രയോ കേസുകൾ. ഇതൊന്നും ഒരു വാർത്തയേ ആവാത്ത വിധം നിയമവാഴ്ച ദുർബലമാണ് അവിടെ. ഈ ഒരു സംഭവം പറയാം, ഇതേ കാലത്ത് നടന്ന സംഭവമാണ്. ഇതിപ്പോൾ ഞാൻ വാളയാർ മലമ്പുഴ മാത്രമല്ല പറയുന്നത്, പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. PK ദാസ്, ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുപ്രസിദ്ധമാണെന്നതിന് ക്രൂ കോളേജും PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവിടെ അവരുടെ മെഡിക്കൽ കോളേജ് 2 ജീവനക്കാരികൾ ആസിഡ് അകത്ത് എന്ന രീതിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ ഈ ജിഷ്ണു പ്രണോയ് സംഭവം കത്തുന്ന സമയമായതുകൊണ്ട് ഈ 2 പേര് ആസിഡ് കഴിച്ചു എന്നുള്ള നമ്മൾ പെട്ടെന്ന് അന്വേഷിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇവർക്കെതിരായിട്ടുള്ള ഗോസിപ്പുകൾ പരത്തുകയാണ് മാധ്യമങ്ങൾക്കിടയിൽ. ഇവർ ഒരു കഥ കടച്ച് കുറ്റി അകത്തിട്ടിട്ട് ഇവർ 2 പേരും ഒരുമിച്ച് ആസിഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനും കാരണം വേണ്ടേ? സുഹൃത്തുക്കളായ 2 യുവതികൾ ആസിഡ് കഴിക്കുന്നതിന് എന്താണ് കാരണം? ഉടൻ പറയുന്നു അവർ സ്വർഗാനുരാഗികളാണെന്ന് പ്രചരിപ്പിക്കുന്നു. മാധ്യമങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചതാണത്. അപ്പോൾ ഇതിൽ സംശയം നമ്മൾ പോയി അന്വേഷിക്കുമ്പോൾ അതിലും 2 പേരും മരിച്ചുപോയി. മരിച്ച ഒരാളുടെ കുട്ടിയുടെ അമ്മ പറയാണ്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മോളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എന്തിനാ ഉണ്ണി ഇത് ചെയ്തെന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ ചെയ്തതല്ല, എൻ്റെ വായിലേക്ക് ആരും ഒഴിച്ചു തന്നതാണ് എന്ന്. നമ്മുടെ എപ്പോഴും ബൈറ്റുണ്ട് നമ്മുടെ ആർക്കൈവ്സിൽ. ആ കേസ് അന്വേഷിച്ചിട്ടില്ല. കാരണം ഈ കുട്ടിയുടെ മരണമൊഴി എടുത്തയാൾ അവിടുത്തെ ഒരു മജിസ്ട്രേറ്റാണ്. ആ മജിസ്ട്രേറ്റ് ഇതേ കോളേജിലെ ഒരു ഡോക്ടറുടെ ഭാര്യയാണ്. അങ്ങനെയാണ് അവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ നടന്നു വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വേറെ തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടി വരും.
അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മലമ്പുഴ മണ്ഡലം, ഈ വാളയാർ ആ മേഖല എന്ന് പറയുന്നത്. പക്ഷേ പാലക്കാട് ജില്ല മൊത്തത്തിൽ ഈ പറയുന്ന രീതിയിൽ നിയമവാഴ്ച ദുർബലമായൊരു സ്ഥലമാണ്. ഇപ്പോൾ കോടതി ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ പോലീസ് കോടതി കൊടുത്തുള്ള റിപ്പോർട്ട് പറയുന്ന ഒന്നുമില്ല, ഞങ്ങൾ അന്വേഷിച്ച് കണ്ടിട്ടില്ല എന്ന്. വാളയാർ പെൺകുട്ടികളിൽ ആദ്യം മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയത് ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു. ആ ജൂനിയർ ഡോക്ടർ തന്നെ അതിൽ ഈ റേപ്പിനും ഒക്കെയുള്ള സാധ്യത, കൊലപാതകത്തിനുള്ള സാധ്യത വളരെ മൈന്യൂട്ട്, കയ്യിലിങ്ങനെ മുട്ടയിൽ വെച്ച് എഴുതിയ പോലെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്, പ്രിൻ്റ് ചെയ്ത സാധനമല്ല. അത് വായിച്ചെടുക്കാൻ തന്നെ വലിയ പാടായിരുന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം രണ്ടാമത് പെൺകുട്ടി മരിക്കുമ്പോഴാണ് വിശദമായൊരു പോസ്റ്റ്മോർട്ടം പരിശോധന ഡോക്ടർ ഗുജറാൾ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഫോറൻസിക് ഡോക്ടറാണ് അദ്ദേഹം ഈ കുട്ടിയുടെ മൃതദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ വിശദമായൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത് തന്നെ. ആദ്യത്തെ പെൺകുട്ടി മരിച്ചത് മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല, സീരിയസ്ലി പറയാണ്. ഞാൻ കണ്ടത് ഏതോ ഒരു പത്രത്തിൽ ഒറ്റക്കോളം വാർത്തയാണ്, ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയായിട്ടാണ് വന്നത്. രണ്ടാമത്തെ കുട്ടി മരിക്കുമ്പോഴാണ് ഇത് പുറംലോകം അറിയുന്നത് തന്നെ. അപ്പോൾ കുറേ കൂടി ഒരു ഫോക്കസ് പാലക്കാട്ടേക്ക് മാധ്യമങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, ലീഗൽ ആക്ടിവിസ്റ്റുകൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും അത്തരം സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ടാകും പുറംലോകം അറിയാതെ. വിഷാദ ഈ വിഷയം എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? അല്ല, ഇത് ഇന്ത്യയിലെ ഒരു ഇത്തരം മേഖലകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ പല സ്ഥലങ്ങളിലും കാണുന്ന സംഗതികളുടെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ ഒരു വശം കേരളത്തിലും കിടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു നിരാശപ്പെടുത്തുന്ന എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞാൽ വാളയാർ. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ അവിടുത്തെ അരക്ഷിതാവസ്ഥയുടെ കഥ കേൾക്കുന്നു, ഇവിടുന്ന് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന സംഗതി അവിടെ നടക്കുന്ന സാമൂഹികമായ അരക്ഷിതാവസ്ഥ എന്നുള്ള സംഗതിയുണ്ട്, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, ജാതീയമായ പിന്നോക്കാവസ്ഥ. അത്തരം സ്ഥലങ്ങളിൽ നടക്കുന്ന അട്രോസിറ്റീസിനോട് സിസ്റ്റം പ്രതികരിക്കുന്ന രീതി, ഇപ്പോൾ ദലിതരായിട്ടുള്ള ആളുകൾ, ചേരിയിലെ മനുഷ്യർ, കോളനിയിലെ മനുഷ്യർ, ആദിവാസികൾ, ഇവർക്കൊക്കെ നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് പോലീസൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ. ഇപ്പോൾ ആദിവാസികൾ ഇന്ത്യയിൽ നേരിടുന്ന അതിക്രമങ്ങളോ കൊലപാതകങ്ങളോ അതിൻ്റെ ചരിത്രവും കേസും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത്തരം കേസുകളെല്ലാം വളരെ വേഗത്തിൽ ക്ലോസ് ചെയ്യാൻ പോലീസിൻ്റെ ആവേശമുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നിയാലും അതൊരു ആത്മഹത്യയാക്കി അവസാനിപ്പിക്കാനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി മെനക്കെടാതിരിക്കാനും, അതിലിപ്പോൾ ഏതെങ്കിലും പ്രത്യേക ശക്തികൾ വന്നിട്ട് പോലീസിന് പൈസ കൊടുത്ത് കേസ് ഒതുക്കുന്നു എന്നത് ഒരുപക്ഷെ രണ്ടാം ഘട്ടമായിരിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? ഇപ്പോൾ ഹാത്രസിലെ പെൺകുട്ടി ഉണ്ടാകുന്നു, അവർ മാരകമാകുന്നത് റേപ്പ് ചെയ്യപ്പെട്ടു. ആ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയുടെ ബോഡി കൊണ്ടുപോയിട്ട് വീട്ടുകാരോട് ഒരു മര്യാദയ്ക്ക് കൺസൾട്ട് ചെയ്യാതെ പാടത്തിട്ട് കത്തിച്ച് കളയാണ് ചെയ്തത് പോലീസ്. അതാണല്ലോ വലിയ വിവാദമായത്. അപ്പോൾ അതിന്മേലുള്ള തുടരന്വേഷണത്തിൻ്റെ സാധ്യതകളെയും മെനക്കേടുകളെയും എടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. രണ്ടാമത്തെ എന്താണ്? ഇത്തരം ഏറ്റവും ദുർബലരായ, പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരെ ആക്രമിക്കപ്പെടുമ്പോൾ അതിൽ ആക്രമണകാരികളായ ആളുകൾ എന്തായാലും അതിൻ്റെ മുകളിൽ നിൽക്കുന്നവരായിരിക്കും. അവരതിനകത്ത് ഇടപെടുന്ന അവരുടെ പവർ, അവരുടെ പണം എന്നീ സംഗതിയുണ്ട്. സോ ഇതിനകത്ത് അടിസ്ഥാനപരമായ പ്രശ്നം ക്രൈമിനോട്, വിവിധ ലെയറുകളിൽ നടക്കുന്ന ക്രൈമിനോട് സിസ്റ്റത്തിൻ്റെ പ്രതികരണത്തിൻ്റെ സ്വഭാവ വ്യത്യാസമൊന്ന്. രണ്ടാമത്തേത്, ഒരു നാട്ടിലെ ഒരു കൂട്ടം മനുഷ്യർ, ഒരു മേഖലയിലെ ഒരു കൂട്ടം മനുഷ്യർ എക്കാലത്തേക്കുമായിട്ടുള്ള അവരുടെ ദുർവിധിയും ദുരന്ത ജീവിതവും തുടരുകയും സ്റ്റേറ്റ് അതിനോട് കണ്ണടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു അതിർത്തി മേഖല കൂടിയാണല്ലോ. അപ്പോൾ അവിടെ അതിന് പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള സംഗതികളുടെ ഒരു കലരലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം കാസർഗോഡ് എന്ന് പറഞ്ഞാൽ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സമീപനം, വാളയാറിലേക്ക് ചെന്നാൽ അവിടെ ഒരു അതിർത്തി ഗ്രാമം, തമിഴോ മലയാളമോ എന്നറിയാത്ത ഈ സംഗതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അൺടച്ചബിലിറ്റി ഇഷ്യൂ ഉണ്ട്, ഭരണകൂടത്തിൻ്റെ താല്പര്യ പ്രശ്നം, ഫോക്കസ് ഇഷ്യൂ ഒക്കെ ഈ പറഞ്ഞ മേഖലകളെ ഒക്കെ എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒന്നാണ്. അത് നമ്മളെ അതിർത്തി ഗ്രാമങ്ങൾ പലതും എടുത്താൽ അതിനോടെല്ലാം ഉള്ള സമീപനമുണ്ട്. വികസനത്തിൻ്റെ, ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ, മോണിറ്ററിങ്ങിൻ്റെ എല്ലാം പ്രശ്നം ഇവർ അനുഭവിക്കുന്നുണ്ട്. ജാതീയമായ പിന്നോക്കാവസ്ഥ വരുമ്പോൾ അത് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പരിയാത്തുംകാവ് അവിടെ സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ ആ പ്രശ്നം അവിടുത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളാൽ നിബിഡമാണ് കേരളം എന്നത് മനസ്സിലാക്കിയിട്ട് അതിനകത്തൊരു വിശാലമായ പദ്ധതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പോലെ ഇതും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒന്നാണ്. നമ്മളൊക്കെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് അതിനകത്ത് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുകയും അവിടുത്തെ ആളുകളുടെ ജീവിതാവസ്ഥ, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ 28 പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന പോളിസീസ് കൊണ്ടുവരികയും അവിടെ പോവുകയും അതിൻ്റെ പ്രശ്നപരിഹാരത്തിൻ്റെ ആലോചന നടത്തുകയും പരിഹാരത്തിലേക്ക് കടക്കാനൊക്കെ കഴിയുമ്പോൾ ഗവൺമെൻറ് കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് ഒരു ശാശ്വത പരിഹാര വഴിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗ്ഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഒരു വശത്ത് നടക്കുകയും വേണം. പക്ഷേ ആ ഇൻവെസ്റ്റിഗേഷൻ അതൊരു 28 കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനാണ്, പിന്നെയും ഇത് നടക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ കഴിയുമ്പോൾ അവരുടെ ജീവിത നിലവാരം, സാമൂഹ്യ സുരക്ഷയെ മെച്ചപ്പെടുത്താനാണ് ഗവൺമെൻറ് എടുക്കേണ്ടത് ഞാൻ പറയാം. അതായത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് അത് പോലീസ് റിപ്പോർട്ടിൽ അവസാനിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു സമിതിയെ വെച്ചോ മറ്റോ ആ വിഷയം പഠിക്കുകയും അത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും വേണം എന്നുള്ളതാണ് അഭ്യർത്ഥന.